ആമേൻ. നന്ദിയോടെ സ്തോത്രം. നമുക്ക് കർത്താവിന്റെ വചനത്തിൽ നിന്നും ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കാം. എബ്രായ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം നമുക്ക് വായിക്കാം. എബ്രായ 2:9. കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യും. തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളെ ശക്തീകരിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, പ്രത്യാശ വർദ്ധിക്കുവാൻ ഇടയായി തീരണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. തിരുവചനത്തിൽ നാം വായിക്കുന്നു, എല്ലാവർക്കും വേണ്ടി മരണമാസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ കൃപയാൽ മരണം ആസ്വദിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരണം ടേസ്റ്റ് ചെയ്തു, മരണം ആസ്വദിച്ചു, മരണം രുചിച്ചു. എങ്ങനെയാണത് സാധ്യമായത്? ദൈവത്തിൻ്റെ കൃപയാൽ. ദൈവത്തിൻ്റെ കൃപയാൽ യേശു മരണം ആസ്വദിച്ചു. ദൈവത്തിൻ്റെ കൃപ ഒരുവന്റെ മേൽ വെളിപ്പെട്ടാൽ അവൻ ഏത് കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും ദുരിതത്തിൻ്റെയും രോഗത്തിൻ്റെയും സാഹചര്യത്തെ അവൻ ആസ്വദിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം പറഞ്ഞാട്ടെ. എബ്രായ ലേഖനത്തിൽ കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിച്ചു നാം കാണുന്നു, തന്നെ മരണത്തിൽ നിന്നും രക്ഷിപ്പാൻ കഴിയുന്നവനോട് അവൻ ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ പ്രാർത്ഥനയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. എന്തുത്തരവാ ലഭിച്ചത്? മരണത്തിൽ നിന്നും രക്ഷിപ്പാനാണ് പ്രാർത്ഥിച്ചത്. മരണത്തിൽ നിന്നും രക്ഷിപ്പാൻ പ്രാർത്ഥിച്ചു, ഉത്തരം ലഭിച്ചെന്ന് പറയുന്നു. പക്ഷെ അവൻ മരണത്തിലേക്കാ പോയത്. എന്നെ മരണത്തിൽ നിന്നും രക്ഷിപ്പാൻ കഴിയുന്നവനോട് യേശു പ്രാർത്ഥിച്ചു. മനുഷ്യനായി ക്രിസ്തു പ്രാർത്ഥിച്ചു. ഒരു മനുഷ്യൻ ഏറ്റവും ഭയപ്പെടുന്നത് എന്താന്ന് ചോദിച്ചാൽ എന്താ? മരണം. അതുകൊണ്ടാണ് ലേഖനത്തിൽ പറയുന്നത്, ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോവും. നമ്മൾ ഈ പ്രാഗിക്കൊണ്ട് പറയുന്ന പോലത്തെ ആ ഒടുക്കമല്ല, ഒടുങ്ങിപ്പോ അങ്ങനത്തല്ല, അവസാനത്തെ ശത്രുവായി. എല്ലാ പ്രതികൂലങ്ങളും നമ്മൾ അതിജീവിച്ചാലും മരണം ഇങ്ങനെ മുമ്പിൽ നിൽപ്പുണ്ട്, അല്ലേ? എത്ര സമ്പത്തുണ്ടെങ്കിലും, എത്ര ആരോഗ്യമുണ്ടെങ്കിലും, ശുശ്രൂഷയിൽ തിളങ്ങി നിൽക്കുകയാണെങ്കിലും, എല്ലാം കൈവട്ടി പിടിച്ചെങ്കിലും ഒരു ശത്രു ഇങ്ങനെ നിൽക്കുക. ഒടുക്കത്തെ ശത്രു. ഹല്ലേലൂയ. ഒടുക്കത്തെ ശത്രു ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഈ മനുഷ്യൻ ഏറ്റവും ഭയം എന്നാന്ന് ചോദിച്ചാൽ മരണത്തെയാ ഭയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മരണത്തെ മനുഷ്യൻ ഭയക്കുന്നു. നമ്മുടെ കർത്താവ് ഒരു മനുഷ്യനാ. അതുകൊണ്ട് കർത്താവ് പ്രാർത്ഥിച്ചു, മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിച്ചു? ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിച്ചു. മരിക്കാൻ വേണ്ടിയാ കർത്താവ് വന്നേ, അല്ലേ? യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലേക്കുള്ള മനുഷ്യാവതാരം മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരമായി ക്രൂശിൽ യാഗമായി തീരാൻ വേണ്ടിയാ വന്നത്, അല്ലേ? പക്ഷേ ആ യേശു തന്നെ അവൻ മനുഷ്യനാ. അവൻ പൂർണ്ണ ദൈവമായിരിക്കുമ്പോൾ തന്നെ അവൻ മനുഷ്യൻ കൂടെയാ. എന്തിനാണ് അവൻ മനുഷ്യനായിരിക്കുന്നത്? താൻ രക്ഷിപ്പാനുള്ള, താൻ വീണ്ടെടുക്കുവാനുള്ള മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകയാൽ എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു ശരീരവും ഈ ശരീരത്തിനകത്ത് ഒഴുകുന്ന രക്തവും അങ്ങനെയുള്ളവരാകയാൽ താനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി വന്നു. അതുകൊണ്ടാണ് കർത്താവ് മനുഷ്യാവതാരം എടുത്തത്. പ്രൈസ് ദി ലോർഡ്. അവൻ ദൈവമായിട്ട് വന്ന് ദൈവമായിട്ട് മരിച്ചു പോകുകയല്ല, അവൻ പൂർണ്ണ ദൈവമായിരുന്നു. അപ്പോൾ തന്നെ അവൻ രക്ഷിക്കേണ്ട ആളുകൾ ജഡരക്തങ്ങളോട് കൂടിയവരാ. ഇന്ന് ഇതിനകത്തിരിക്കുന്ന സകലരും ജഡരക്തങ്ങളോട് കൂടിയവരാ, ബലഹീനതകളുള്ളവരാ, വീണുപോകാൻ സാധ്യതയുള്ളവരാ, കുറ്റങ്ങളുള്ളവരാ. പ്രൈസ് ദി ലോർഡ്.
പ്രലോഭനങ്ങൾ കടന്നു വരുമ്പോൾ വീണുപോകാൻ സാധ്യതയുള്ളവരാ. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ സകലത്തിലും നമ്മോട്, ആമേൻ സ്തോത്രം, സകലത്തിനും നമ്മെ പോലെ ആകേണ്ടതുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നാം ഇവിടെ വായിക്കുന്നു, അതിന്റെ തൊട്ട് താഴെ നമ്മൾ സകലത്തിനും ലാക്കും സകലത്തിന് കാരണഭൂതനുമായവൻ നമ്മെ, അനേക പുത്രന്മാരെ, നമ്മെ എന്ന് പറഞ്ഞു, നമ്മെ, പ്രൈസ് ദി ലോർഡ്, വായിച്ചാട്ടെ, തേജസ്സിലേക്ക് നയിക്കുമ്പോൾ അവരുടെ രക്ഷാനായകനെ, നമ്മുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ പിതാവായ ദൈവം കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് യോജിച്ചതാ. അങ്ങനെ വേണം. പൂർണ്ണ ദൈവമായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ദൈവത്തിന് സകലതും സാധ്യമാണല്ലോ. ദൈവത്തിന് പ്രലോഭനങ്ങൾ ഏക്കത്തില്ലല്ലോ. ദൈവത്തിന് ആവുല ചിന്തകളില്ലല്ലോ. ദൈവത്തിന് മരണഭയമില്ലല്ലോ. അങ്ങനെ പൂർണ്ണ ദൈവമായി വന്നെങ്കിൽ പൂർണ്ണ മനുഷ്യൻ അനുഭവിക്കുന്ന പ്രലോഭനങ്ങൾ, യാതനകൾ, കഷ്ടതകൾ ഇത് മനസ്സിലാക്കാൻ പറ്റാത്തവനായിട്ടിരിക്കും. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ പൂർണ്ണ മനുഷ്യനായിരുന്നു. അപ്പോൾ തന്നെ അവൻ പൂർണ്ണ ദൈവവുമായിരുന്നു. എന്ന് സ്വതന്ത്രം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പൂർണ്ണ മനുഷ്യനായി ഇങ്ങോട്ട് വന്നു. ഒരു മനുഷ്യന് മരണത്തെ ഭയമാ. അതുകൊണ്ട് യേശു തന്നെ മരണത്തിൽ നിന്നും രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ പ്രാർത്ഥനയും അപേക്ഷയും അഭയയാചനയും കഴിച്ചു. ഉത്തരം ലഭിച്ചു. ഉത്തരം കിട്ടി. ഉടൻ തന്നെ മരണത്തിലേക്കുള്ള യാത്രയും ആരംഭിച്ചു. അല്ലേ? ആ ഉത്തരം കിട്ടിക്കഴിഞ്ഞ് കേവലം ഒരു ദിവസം പോലും ആയില്ല, മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അവൻ കാൽവറിയിൽ തനിക്ക് എന്ത് മാറിപ്പോകാൻ പ്രാർത്ഥിച്ചോ അതിനെ അവൻ ധൈര്യത്തോടെ നേരിട്ടു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം പറഞ്ഞാട്ടെ. ഈ മരണത്തെ ആസ്വദിക്കാനുള്ള കൃപ, അതാണ് നാം വായിച്ചത്. ദൈവത്തിന്റെ കൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയുള്ള മരണം അത് താനാണ് മരിക്കുന്നത്. ആസ്വദിക്കുവാൻ കർത്താവിന് കഴിഞ്ഞെങ്കിൽ, ദൈവമക്കളെ, ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ഒരുമിച്ച് ഇന്ന് ദൈവവചനം ധ്യാനിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ ദൈവപുത്രന്റെ മേൽ പകർന്നെങ്കിൽ നമ്മുടെ മേൽ എത്രയധികം പകരും. ഒന്ന് സ്വതന്ത്രം പറഞ്ഞാട്ടെ. ദൈവപുത്രന്റെ മേൽ ദൈവത്തിന്റെ കൃപ പകർന്നെങ്കിൽ പാപിയായിരിക്കുന്ന, ദോഷിയായിരിക്കുന്ന, ബലഹീനനായിരിക്കുന്ന എന്റെ മേൽ എത്രയധികമായി കൃപയുടെ പെരുക്കമുണ്ടാകും. വിശ്വസിക്കുന്നെങ്കിൽ കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ദൈവപുത്രൻ ഭയപ്പെട്ട മാറിപ്പോകാൻ പ്രാർത്ഥിച്ച മരണത്തെ, ഭയപ്പെട്ട മരണത്തെ, മാറിപ്പോകാൻ പ്രാർത്ഥിച്ച മരണത്തെ ടേസ്റ്റ് ചെയ്യുവാൻ, ആസ്വദിക്കുവാൻ ദൈവത്തിന്റെ കൃപ ആവോളമായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ, നമ്മുടെ ജീവിതത്തിന്റെ കഷ്ടതകളിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കൃപയുണ്ടല്ലോ, നാം ഭയപ്പെടുന്നതിനെ, നാം തകർന്നു പോയതിനെ ആസ്വദിച്ച് കയറി വരുവാൻ നമുക്ക് ശക്തി നൽകുന്നതാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ അടിച്ചുകൊണ്ട് അല്പസമയം ആത്മാവിൽ വചനത്തിന്റെ ഒരു സ്ഫോടനം നടക്കട്ടെ. ആത്മാവിൽ വചനത്തിന്റെ ഒരു സ്വാതന്ത്ര്യം നടക്കട്ടെ. പൈശാചിക കെട്ടുകൾ അഴിയട്ടെ. പൈശാചിക ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. നീ ഭയപ്പെടുന്നതിനെ നീ നേരിടാൻ പോവുകയാ. ദൈവത്തിന്റെ കൃപയാൽ, ദൈവത്തിന്റെ അനവധിയായ കൃപയാൽ നിന്റെ അകത്ത് നീ ഒരു മനുഷ്യനായതുകൊണ്ട്, നീ വെറും ഒരു മനുഷ്യനായതുകൊണ്ട് പലതും നീ ഭയപ്പെടുകയാ. എന്നാൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കൃപയാൽ ഭയപ്പെടുന്നതിനെ നീ നേരിടാൻ പോവുകയാ. ഭയപ്പെടുന്നതിന്റെ മേൽ നീ ജയമെടുക്കാൻ പോവുകയാ. അവൻ വിശ്വസിക്കുന്നുവെങ്കിൽ കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ദൈവവചനം മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാ.
ദൈവം അതിനെ പെരുകാൻ പോവുക. ആമേൻ. ഒരു വചനത്തിനകത്ത് വെളിപ്പെട്ടു വരുന്ന ദൈവകൃപയെ അളക്കാൻ പറ്റത്തില്ല. ഒരു വചനത്തിന്റെ ആമേൻ സ്തോത്രം വെളിപ്പെടുമ്പോൾ ആമേൻ പൈശാചിക മണ്ഡലം വിറകൊള്ളുക. ദൈവകൃപയുടെ ശക്തി ആരും അളന്നിട്ടില്ല. ദൈവകൃപയുടെ വലിപ്പം ആർക്കും അളക്കാൻ പറ്റത്തില്ല. ദുഷ്ടൻ പാപം എത്രമാത്രം പെരുക്കിയാലും പാപം പെരുകിടുന്നിടത്ത് കൃപയുടെ ശക്തി വെളിപ്പെടുകയാ. വചനത്തിന്റെ അകത്ത് സ്വർഗം ഒളിപ്പിച്ചു വിടുന്ന നിക്ഷേപങ്ങളുണ്ട്, ഗുപ്തനിധികളുണ്ട്. ഇതങ്ങ് വെളിപ്പെട്ട് വരുമ്പോൾ ഉണ്ടല്ലോ പിശാച് കൈകാലിട്ടടിക്കാൻ തുടങ്ങും. ഇവിടെ നാം വായിച്ചു, അനേകർക്ക് വേണ്ടി മരണം യേശു ടേസ്റ്റ് ചെയ്തു. ഹല്ലേലൂയ. മരണം മാറാൻ പ്രാർത്ഥിച്ചവൻ മരണം ആസ്വദിച്ചു. അങ്ങനാണെങ്കിൽ നാം അഭിമുഖീകരിക്കുന്ന ഭയപ്പെടുന്ന പല വിഷയങ്ങളും ആസ്വദിച്ചുകൊണ്ട് അതിലൂടെ കടന്നു പോകാൻ പറ്റും. അതിലൂടെ കടന്നു പോകണം. പക്ഷെ അതിനെ ടേസ്റ്റ് ചെയ്തുകൊണ്ട് ആമേൻ നമുക്കതിനെ അതിജീവിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. കൂരിരുൾ താഴ്വരയിലൂടെ നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്. നീ എന്നോടുകൂടി ഇരിക്കുന്നോടെന്ന് പുതിയ നിയമവിശ്വാസി നമുക്കൊരു അവന്റെ കൃപ എന്നോടുകൂടി ഇരിക്കുന്നു. കൂരിരുൾ താഴ്വരയിലൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. ഒന്ന് ധൈര്യത്തോടെ പറഞ്ഞാട്ടെ, എൻ്റെ ജീവിതത്തിൽ കൂരിരുൾ താഴ്വരയുടെ അനുഭവങ്ങൾ എൻ്റെ കുറവ് കൊണ്ടോ എൻ്റെ കുഴപ്പം കൊണ്ടോ വന്നതായിരിക്കാം. എന്നാൽ ഞാൻ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കുന്നു, ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിക്കുന്നത് കൊണ്ട് പ്രൈസ് ദി ലോർഡ് ആമേൻ സ്തോത്രം, ഞാൻ വീണു പോകത്തില്ല. എൻ്റെ ദൈവത്തിന് എന്നെ ഉയർത്തുവാൻ കഴിയും. ആമേൻ പ്രൈസ് ദി ലോർഡ്. വിശുദ്ധന്മാർ ആമേൻ ഉറപ്പുണ്ടെങ്കിൽ കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തേ. ഭയപ്പെടുന്നതല്ല സംഭവിക്കാൻ പോകുന്നത്. ഭയപ്പെടുന്നതിനകത്തുകൂടെ നിന്നെ പുറത്തു കൊണ്ടുവന്നിട്ട് ആമേൻ സ്തോത്രം ദൈവകൃപയെ ആവോളം ആസ്വദിച്ചവൻ എന്ന നിലയിൽ ദൈവകൃപയെ പുകഴ്ത്തുവാൻ തക്കവണ്ണം നിന്റെ ആദരങ്ങൾക്ക് ബലം തരുവാൻ, നിന്റെ ആദരങ്ങൾക്ക് ശക്തി തരുവാൻ നീ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ എൻ്റെ ദൈവം ഒരുക്കാൻ പോവുകയാ. അപ്പോൾ കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചോ? കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥന ലഭിച്ചെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ആമേൻ ഞാൻ ആലോചിക്കുകയാണ്, ഈ തനിക്ക് സംഭവിക്കാനുള്ള മരണം ഇതെല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചതാ അല്ലേ? അതിനുവേണ്ടി താൻ ഇങ്ങോട്ട് വന്നെന്നും അറിയാം. ആമേൻ. ശിഷ്യന്മാരോട് തൻ്റെ ശുശ്രൂഷയുടെ പല ഘട്ടങ്ങളിലും മനുഷ്യപുത്രനെ കൊല്ലുകയും അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും അവൻ കഷ്ടം അനുഭവിക്കുകയും ചെയ്യേണ്ടതാകുന്നു എന്നൊക്കെ പല പ്രാവശ്യം ഓർമ്മിപ്പിച്ചതാ. ആ യേശു ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? താൻ ഈ ലോകത്തിലേക്ക് വന്നത് മരിപ്പാനാ, അനേകർക്ക് വേണ്ടി തൻ്റെ രക്തം മറുവിലിയായി കൊടുക്കുവാനാ. അത് ദൈവത്തിന്റെ നിർണയമാണ്. ആരെനിക്ക് വേണ്ടി പോകുന്നു പറഞ്ഞപ്പോൾ ആ സ്തോത്രം കർത്താവ് പോയി ഇങ്ങോട്ട് ഇറങ്ങി വന്നു. അങ്ങനെയുള്ള കർത്താവ് ദൈവങ്ങളെ താൻ മരിക്കാനിരിക്കുന്നു എന്നുള്ള തന്നെ മരണവിഹിതം സൂചിപ്പിച്ചു പോലും വർത്തമാനം പറഞ്ഞ കർത്താവ് കണ്ടോ. ഗെത്സമനയിൽ ആകപ്പാടെ ഒരു മനുഷ്യന്റെ നിലവിളി. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം കർത്താവ്, ഇതിലൂടെ എല്ലാം കർത്താവിനെ കടത്തി വിട്ടിട്ട് പരിശുദ്ധാത്മാവ് ഇതെല്ലാം രേഖപ്പെടുത്തി എഴുതി വെച്ചേക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്. ഇതിലൂടെ എല്ലാം യേശുവിനെ കടത്തി വിട്ടിട്ട് ഈ അവസരങ്ങളിൽ യേശു എന്ത് ചെയ്തെന്നും എന്തൊക്കെ സംഭവിച്ചെന്നും പരിശുദ്ധാത്മാവ് ആമേൻ ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് വേണ്ടിയാ. താൻ തന്നെ പരീക്ഷീണിതരായി കഷ്ടം അനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനായിട്ട് അവൻ ഉണ്ടെന്ന് ഉറപ്പു തരാൻ വേണ്ടിയാ. ഇന്ന് പകൽക്കാലം ഏതെങ്കിലും പരീക്ഷകളുടെ അകത്തുകൂടെ പ്രവേശിക്കുമ്പോൾ എനിക്ക് വേണ്ടി പരീക്ഷീണിതനായി കഷ്ടം അനുഭവിച്ചൊരു യേശു ഉണ്ട്, അതുകൊണ്ട് ഞാൻ ജയാളിയാണെന്ന് ധൈര്യത്തോടെ ഉറപ്പോടെ പറയുവാൻ കഴിയുന്ന ദൈവമക്കൾ കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാം.
ആത്മാവിൽ ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്ത് ആമേൻ സ്തോത്രം. കേൾക്കുന്ന അക്ഷരത്തിൽ മാത്രം ആശ്രയിച്ച് നിൽക്കാതെ അക്ഷരത്തിനകത്ത് വ്യാപരിക്കുന്ന ദൈവകൃപയെ ഒന്ന് ഏറ്റെടുത്ത് കേൾക്കുന്ന അക്ഷരം ഒരു അക്ഷരമായിട്ട് മാത്രം കണ്ട് കേട്ട് ആസ്വദിക്കാതെ ഈ അക്ഷരം ദൈവത്തിന്റെ വചനമാകിയാൽ ഇതിനകത്ത് അളവുറ്റ ഒരു ദൈവകൃപയുടെ വ്യാപാര സ്വർഗം തുറന്നു വിടുന്നത് കണ്ടുകൊണ്ട് ആ ദൈവകൃപയെ സ്വീകരിപ്പാനുള്ള ഒരുക്കത്തോടെ ദൈവത്തിന് മഹത്വം കൊടുത്ത് അപ്പോൾ അടുത്ത വാക്യം, സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ. അനേക സഹോദരന്മാരെ തേജസ്സിൽ, ഇതെല്ലാം എന്തിനാണെന്ന് ചോദിച്ചാൽ തേജസ്സിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാ, തേജസ്സിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാ. യേശുക്രിസ്തുവിനെ തേജസ്സും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. എന്താണ് ദൂതന്മാരിലും അല്പം ശ്രേഷ്ഠം, അവൻ അല്പം താഴ്ച വന്നവനായ യേശു ദൈവത്തിന്റെ കൃപയാൽ മരണം ആസ്വദിച്ചപ്പോൾ അവനെ തേജസ്സും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു എന്നാണ് എബ്രായ ലേഖനക്കാരൻ സമർത്ഥിക്കുന്നത്. എന്നിട്ട് പറയാണ് നമ്മയും തേജസ്സിലോട്ട് നടത്താൻ വേണ്ടി യേശു ക്രിസ്തുവിന്റെ കഷ്ടതയുടെ അവസാനം തേജസ്സും മാനവും അണിഞ്ഞവനായി കാണുന്നത് പോലെ നമ്മെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ ജഡരക്തങ്ങളോട് കൂടിയവനായ യേശു കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി അവന് പക്ഷപാതം ചെയ്യാൻ കഴിയും. യേശുവിൻ്റെ നാമത്തെ വിളിച്ചുകൊണ്ട് ദൈവത്തോട് അടുക്കാൻ ശ്രമിക്കുന്നവരെ, ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഏക സത്യ ദൈവത്തിങ്കലേക്ക് തിരിയുവാൻ തക്കവണ്ണം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ആമേൻ, നിങ്ങളെ പൂർണ്ണമായി രക്ഷിപ്പാൻ ഈ ദൈവത്തിന് കഴിയും. പൂർണ്ണമായ രക്ഷ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ സൗജന്യമായി നമുക്ക് നൽകുന്നു. നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. അല്പസമയം ദൈവത്തെ മഹത്വം കൊടുത്തിയാട്ടെ. താൻ തന്നെ പരീക്ഷീണിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ കഷ്ടം അനുഭവിക്കുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവൻ. എന്നാ വാക്യമൊക്കെ അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഈ വാക്യങ്ങളൊക്കെ ധ്യാനിക്കണമെന്ന വചനം പറയുന്നത്. ആമേൻ. എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തും. നിന്റെ പ്രയാസം മാറാൻ കെൽപ്പുള്ളത് ദൈവവചനത്തിന് മാത്രമേ ഉള്ളൂ. നിന്റെ പ്രയാസങ്ങൾ, ഹൃദയത്തിലെ ഭാരങ്ങൾ മാറ്റാൻ ശക്തിയുള്ളത് ദൈവവചനം മാത്രമേ ഉള്ളൂ. മാനുഷിക വാക്കുകളുടെ ആശ്വാസമൊക്കെ തൽക്കാലത്തേക്കാ. എന്നാൽ വചനം പ്രൈസ് ദി ലോർഡ് നിന്റെ അകത്തൊന്ന് ക്രിയ ചെയ്താലുണ്ടല്ലോ, അത് അവിടെ ഇരുന്ന് പെരുക്കാൻ തുടങ്ങും. നീ ചിന്തിക്കാത്ത ആമേൻ തലങ്ങളിലേക്ക് വചനത്തിന്റെ ശക്തി ഒരു വിടുതലായി വെളിപ്പെടും. നിന്റെ പ്രാണനിലും ആത്മാവിലും സന്ധി മഞ്ചുകളിലും അത് വേർതിരിക്കും വരെ തുളച്ചു ചെല്ലും. ദൈവത്തിന്റെ വചനം ജീവനുള്ളതാ, അത് ചൈതന്യമുള്ളതാ. ഈ വായ്ത്തലയുള്ള ഏതോ വാളിനേക്കാൾ മൂർച്ചയേറിയതാ. അത് പ്രാണനെയും ആത്മാവിനെയും സന്ധി മഞ്ചുകളെയും വേർപെടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതാ. അതിന് മറഞ്ഞിരിക്കുന്നതായി ഒന്നുമില്ല. വചനത്തിന്റെ ശക്തി വിശുദ്ധന്മാരുടെ അകത്ത് ക്രിയ ചെയ്യുമ്പോൾ, വചനത്തിന്റെ വിത്ത് വിശുദ്ധന്മാരുടെ അകത്ത് വ്യാപരിക്കുമ്പോൾ ഒരു പൈശാചിക ശക്തിക്ക് നിന്നെ തൊടുവാൻ കഴിയത്തില്ല. ആമേൻ. വചനത്തിന്റെ ശക്തി വിശുദ്ധന്മാരുടെ അകത്ത് വ്യാപരിക്കുമ്പോൾ ഒരു പൈശാചിക ശക്തിക്ക് നിന്നെ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല. ആമേൻ. അവന്റെ വചനത്തിന് ശക്തിയുണ്ട്. അത് പാറയെ പിളർക്കുന്ന ചുറ്റിക പോലെ, അവൻ നിനക്ക് ചുറ്റും ഒരു തീ മതിൽ പോലെ വചനം വെളിപ്പെട്ടുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധന്മാർ കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാം. നീ ഒരു പരാജയ വിഷയമല്ല കേട്ടോ. നീ ഒരു പരാജയ വിഷയമല്ല. നീ ഉയർത്തെഴുന്നേൽക്കാനുള്ളവനാണ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ താഴ്ചയിൽ നിന്ന് ദൈവത്തിന്റെ കൃപ നിനക്ക് വെളിപ്പെടുകയാ. നീ ഉയർത്തെഴുന്നേൽക്കുവാനുള്ളതാണ്. പിശാച് അറുപ്പാനും മുടിപ്പാനും മോഷിപ്പാനും വന്നെങ്കിൽ നിന്റെ ജീവിതത്തെ രക്ഷിച്ച ദൈവത്തിന്റെ കൃപ നിന്നെ പൂർണ്ണമായി രക്ഷിക്കുന്നതാണ്. നിന്റെ ബലഹീനതകളെ മാറ്റുന്നതാണ്. നിന്റെ പാപത്തിന്റെ ചങ്ങലകളെ പൊട്ടിച്ചു കളയുന്നതാണ്. നിന്റെ മനസാക്ഷിയുടെ പാപത്തിന്റെ കറവോൽ കഴുകി കളയുന്നതാണ്. അവ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവസഭയ്ക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. അങ്ങനാണെങ്കിൽ നാം ഭയപ്പെടുന്നതിനെ
ഞാൻ പറഞ്ഞല്ലോ, ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോവും. ആമേൻ. മരണഭയത്തിൽ നിന്ന് കർത്താവ് വിടുവിച്ചു. ബാക്കി ഭയങ്ങളൊക്കെ അതിന് താഴെ വരുത്തും. ബാക്കി ഭയങ്ങളൊക്കെ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ ഉള്ള ഭയങ്ങളാണ്. ഈ ലോകത്തു നിന്ന് തന്നെ പോകുന്ന സംഭവമാണ് മരണം, അല്ലേ? അപ്പോൾ എല്ലാ വിഷയങ്ങൾക്കും ചെറിയ ഒരു രോഗത്തിൻ്റെ ലക്ഷണം വരുമ്പോഴേ നമ്മൾ മനുഷ്യനാകിയാൽ അങ്ങേയറ്റം നമ്മളങ്ങ് ചിന്തിക്കും. അതൊരു ഭയമായി നമ്മളെ പിടിക്കും. ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇത് ഭീമാകരമായി തീരും, നമ്മുടെ വേരോടെ ഇത് പിഴുതുകൊണ്ട് പോകും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പ്രൈസറോ, ഞാൻ പറയട്ടെ, ഈ വലിയ രോഗം വന്നത് സൗഖ്യമായാലും, ആമേൻ, വലിയ വിഷയം വന്ന് ഇങ്ങനെ കുടുംബമായി നമ്മളെ വേരോടെ പിഴുതു കളയുന്ന പോലെ നിന്നാലും, ഇതിനൊക്കെ വിടുതൽ കിട്ടിയാലും പിന്നെയും ഭയമോടെ നിൽക്കുക, അല്ലേ? പ്രൈസറോ. അപ്പം മരണഭയം മാറണം. അവിടെ ഒരു മരണഭയത്തിൽ നിന്നും വിടുവിച്ചു എന്നുള്ള വാക്യം കൂടി ഒന്ന് വായിച്ചാട്ടെ. കിട്ടിയില്ലേ? ആമേൻ, പ്രൈസ് ദി ലോർഡ്. 15-ാം വാക്യം. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി. അപ്പോൾ യേശു ഈ മരണത്തിലൂടെ പോയെങ്കിലേ മരണാധികാരിയായ പിശാചിനെ ആയുധവർഗം വെപ്പിക്കാൻ പറ്റത്തുള്ളൂ. യേശു ഈ മരണം ഒഴിവാക്കി പോയിരുന്നുവെങ്കിൽ മരണാധികാരിയായ പിശാചിന്റെ ആയുധം സജീവമായി തന്നെ നിലനിന്നേനെ. യേശു ഈ മരണത്തിലൂടെ പോയപ്പോൾ എബ്രായർ 2:15 വായിക്കുന്നു, തന്റെ മരണത്താൽ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. അപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തമ്പുരാൻ ഉത്തരം കൊടുത്തത്, നീ മരണത്തിലേക്ക് പോകുക, തല ഉയർത്തി പോകുക. കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ഒരു വലിയ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ യൗവനക്കാരുടെ ഇടയിൽ തീ പോലെ ജ്വലിച്ചു വന്ന ചാർലി കിർക്ക് എന്ന് പറഞ്ഞ ദൈവദാസൻ, അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു, നിങ്ങൾ വെടിയേറ്റ് വീഴുകയാണെങ്കിൽ ഒരു 30 സെക്കൻഡ് നിങ്ങൾക്ക് കിട്ടത്തുള്ളെന്നിരിക്കട്ടെ, ആ സമയത്ത് നിങ്ങൾ എന്തു പറയും? അദ്ദേഹം പറഞ്ഞു, യേശു ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്നും യേശു ക്രിസ്തു രക്ഷകനാണെന്നും എല്ലാവരും അത് അംഗീകരിക്കണമെന്നും അതേ ഞാൻ ആ 30 സെക്കൻഡ് പറയത്തുള്ളൂ, വേറെ ഒന്നും പറയത്തില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അധിക സമയമാകുന്നതിന് മുമ്പേ നമ്മളെല്ലാവരും അറിഞ്ഞു, വെടിവെച്ച് 30 സെക്കൻഡിൽ മരിച്ചു. അപ്പോൾ ജീവിച്ചിരുന്ന ആ ദൈവദാസൻ സമൂഹത്തിൽ വരുത്തിയ സ്വാധീനത്തെക്കാൾ എത്രയോ ഇരട്ടിയാണ് മരണപ്പെട്ട ആ മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്താലും, യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കിയാലും, യേശു എന്ത് ഉപദേശങ്ങൾ നൽകിയാലും അതിനെല്ലാം ശക്തി കൊണ്ടുവന്നത് അവന്റെ മരണമാണ്. യേശുവിന്റെ വചനം എത്ര ശക്തമാണെങ്കിലും, യേശുവിന്റെ വീര്യപ്രവൃത്തികൾ ആരെയും ത്രസിപ്പിക്കുന്നതാണെങ്കിലും, അവൻ ഏറ്റെടുത്ത മരണമാണ് അവൻ പറഞ്ഞതിന് പോലും ശക്തി കൊടുത്തത്. അനേകർക്ക് വേണ്ടി അവൻ ആസ്വദിച്ച മരണമാണ് ഇന്നും അവനെ സജീവമാക്കി നിർത്തിയത്. കാരണം ആ മരണം കൊണ്ട് അവൻ തീർന്നു പോയില്ല, മരണത്തെ ജയിച്ചു. അവൻ ഉയർത്തെഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ ഉയർത്തപ്പെട്ടാൽ അനേകരെ എങ്കിലേക്ക് ആകർഷിക്കും. പ്രൈസ് ദി ലോർഡ്. അവൻ ഉയർത്തപ്പെടണമെങ്കിൽ അവൻ അടക്കപ്പെടണമായിരുന്നു. അടക്കപ്പെട്ട ക്രിസ്തു ജയാളിയായി ക്രിസ്തുവായി എണീറ്റ് നിന്നപ്പോഴാണ് മാനവരാശി മരണഭയത്തിൽ നിന്നും രക്ഷ പ്രാപിച്ചത്. അവനെ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മരണത്തിന് അപ്പുറമുള്ള
ഉയർപ്പിനെ കുറിച്ച് നമുക്കൊരു ഉറപ്പ് തന്നും ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഉറപ്പുണ്ടെങ്കിൽ ഒന്ന് സ്തോത്രം പറ. മരണഭയത്തിൽ നമ്മെ വിടുവിച്ചതിനായി സ്തോത്രം പറ. നമ്മുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ആമേൻ തൻ്റെ ഇടത്തോടെ ദൈവകൃപയിൽ ആശ്രയിച്ചതുകൊണ്ട് ആമേൻ സ്തോത്രം നമ്മുടെ വിഷയങ്ങളെ നേരിടുവാൻ ആ ക്രൂശ് നമുക്ക് തരുന്ന കരുത്തിനായി എല്ലാവരും ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവകൃപ വ്യാപരിക്കണമേ, ദൈവകൃപ വ്യാപരിക്കണമേ. ഇന്ന് പകൽക്കാലം ഇരുട്ടിന്റെ ശക്തികൾ മാറട്ടെ, ഇരുട്ടിന്റെ ശക്തികൾ മാറട്ടെ. സകല ഭയത്തെ ശാസിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ, സകല ഭയത്തെ ശാസിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. സകല ഭയവും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ, യേശുവിന്റെ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവിൻ്റെ തൻ്റെ മരണത്താൽ എന്നേക്ക് മരണഭീതിയിലായിരുന്നവരൊക്കെ ഇപ്പൊ മരണഭയം മാറിപ്പോയാൽ പിന്നെ നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? ഒടുക്കത്തെ ഭയമായ മരണഭയം നീങ്ങിപ്പോയെങ്കിൽ പിന്നെ എന്തിനാ ഭയപ്പെടുന്നത്? ഞാൻ ഭയപ്പെടേണ്ട, നിന്നോടുകൂടി ഉണ്ടെന്ന് അരുളി ചെയ്ത കർത്താവിൻ്റെ ശബ്ദത്തെ ഒന്ന് മുറുകെ പിടിച്ചാൽ മതി. ഇത് വിൺവാക്ക് പറഞ്ഞതല്ല, തമാശ പറഞ്ഞതല്ല, ആമേൻ സ്തോത്രം, നമ്മുടെ കയ്യടി കിട്ടാൻ വേണ്ടി പറഞ്ഞതല്ല. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആമേൻ. ഇതൊന്നും നമ്മളിന്ന് കരം കൊടുത്ത് പറയുമ്പോൾ അതൊന്ന് പെരുക്കാൻ തുടങ്ങാൻ പോവാ. അകത്തേക്ക് എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, ഭയപ്പെടേണ്ട, യേശു നിന്നോട് കൂടെയുണ്ട്. ഭയപ്പെടാണ്ട് നിന്നോട് യേശു നിന്നോട് കൂടെയുണ്ട്. ഇത് നമ്മളൊന്ന് വായി തുറന്ന് പറയുമ്പോൾ ആമേൻ ഇത് പെരുകാൻ പോവുക, ഹൃദയത്തിനകത്തേക്ക് ഇത് പെരുകാൻ പോവുക. അതെ, ദൈവശക്തി ഈ വചനത്തോടെ വ്യാപരിക്കട്ടെ. ഇന്ന് പകൽക്കാലം ആമേൻ സഭയായി പ്രാർത്ഥിച്ചു, ആമേൻ സഭയായി ആമേൻ ഇവിടെ പ്രഖ്യാപിക്കുന്ന മാറ്റമില്ലാത്ത വചനത്തിൻ്റെ ശക്തി ജീവിതങ്ങൾക്കകത്തേക്ക് പെരുക്കട്ടെ. സകല ഭയത്തെയും വേരോടെ പിഴുതു കളഞ്ഞുകൊണ്ട് ആമേൻ സ്തോത്രം ജയത്തോടെ നിൽക്കാനുള്ള കരുത്ത് പകരുവാൻ ദൈവവചനത്തിൻ്റെ ശക്തി ഓരോ ഉള്ളങ്ങളിലും വ്യാപരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നതായ ശ്രേഷ്ഠമേറിയ വചനങ്ങളെ ഓർത്തൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പോൾ ഈ പാപമാണ് മരണഭയം കൊണ്ടുവന്നല്ലേ? പാപമാണ് മരണഭയം കൊണ്ടുവന്നത്. പാപത്തിന് പരിഹാരം വരുത്തിയത് കൊണ്ട് മരണഭയവും നീങ്ങിപ്പോയേ പറ്റത്തുള്ളൂ. നമ്മൾ പാപിയാണ്, പാപത്തിൽ ഇങ്ങനെ വീഴ്ത്തപ്പെട്ടവനാണെന്ന് എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ അതോടുകൂടി വലിയ മരണഭയവും നമ്മെ കീഴ്പ്പെടുത്താൻ തുടങ്ങും. കാരണം വചനം അങ്ങനെ പറഞ്ഞ പാപം മരണത്താൽ വാണു അല്ലേ? റോമാലേഖനം 5:21 നമുക്കൊന്ന് വായിക്കാം. റോമർ 5:21. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. പാപം മരണത്താൽ വാണതുപോലെ, പാപം വാണത് മരണം നടപ്പിലാക്കിയ പാപം വാണത്. കാരണം ഒരു മനുഷ്യൻ പാപിയായി കഴിയുമ്പോൾ അവനെ പിന്നെ അലട്ടാൻ തുടങ്ങുന്നത് മരണഭയമാണ്. പ്രൈസ് ദി ലോർഡ്. പാപത്തിന്റെ ഉത്ഭവം സംഭവിച്ചിടത്ത് മരണത്തിന്റെ വാഴ്ച തുടങ്ങി. അതാണ് ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ എന്ന് നാം വായിക്കുന്നത്. കൊരിന്ത്യലേഖനം 15-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ആദാമിൽ എല്ലാവരും മരിക്കുന്നു. അപ്പോൾ ആദാമിന്റെ പാപം വെളിപ്പെട്ടപ്പോൾ മരണം വ്യാപരിക്കാൻ തുടങ്ങി. ഈ മരണത്തെ പിടിച്ചു കെട്ടുവാൻ ഒടുക്കത്തെ ആദാം വന്നു. വിശദീകരിക്കാം. ആദാം പാപം ചെയ്ത് ലംഘനം ചെയ്ത് ദൈവകൽപ്പനയെ മറുതലിച്ചപ്പോൾ പാപം രംഗപ്രവേശം ചെയ്തു. പാപം മനോവരാശിയിലേക്ക് രംഗപ്രവേശം ചെയ്തപ്പോൾ പിന്നെ പാപത്തിന്റെ വാഴ്ചയും കൊണ്ട് തുടങ്ങി. പാപത്തിന്റെ വാഴ്ചയുടെ എക്സ്ട്രീമാണ് മരണം. മരണത്തിലൂടെ പാപം തൻ്റെ വാഴ്ചയെ ഉറപ്പിച്ചുവെങ്കിൽ അടുത്ത വാക്യം നാം വായിക്കുന്നു, പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിനു തന്നെ. അപ്പൊ പാപത്തിന്റെ ഉത്ഭവം ആദാമായിരുന്നുവെങ്കിൽ കൃപയുടെ ഉത്ഭവം കാൽവറിയാണ്. പാപത്തിന്റെ ഉത്ഭവം ഏതനിൽ ആദാമിലൂടെ ആയിരുന്നുവെങ്കിൽ അത് മനുഷ്യവർഗത്തെ മുഴുവൻ ഗ്രസിച്ചെങ്കിൽ മരണമായി വാണെങ്കിൽ കൃപയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്
മരണം ആസ്വദിച്ച, പാപത്താൽ വീഴ്ത്തപ്പെട്ട് മരണഭയത്തിലായിരുന്ന ആദാമ്യ വർഗത്തെ വിടുവിക്കുവാൻ പ്രൈസ് ദി ലോർഡ് ദൈവപുത്രൻ പാപമില്ലാത്തവൻ കാൽവറിയിൽ യാഗമായി തീർന്നപ്പോൾ പാപത്തെ നീക്കിയിട്ട് കൃപയുടെ വാഴ്ച തുടങ്ങി. സ്തോത്രം പറഞ്ഞാട്ടെ. പാപത്തിന്റെ വാഴ്ച മരണമായിരുന്നുവെങ്കിൽ കൃപയുടെ വാഴ്ച നിത്യതയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം പറഞ്ഞാട്ടെ. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. പാപത്തെ ജയിക്കാൻ കഴിയുന്ന എങ്ങനാ? മരണത്തെ ജയിക്കാൻ കഴിയുന്ന എങ്ങനാ? ജീവനാലെ ജയിക്കാൻ പറ്റത്തുള്ളൂ. മരിച്ച ഒരുവൻ മരണത്തെ ജയിച്ചെന്ന് പറയണമെങ്കിൽ അവൻ മരണമില്ലാത്ത അവസ്ഥയിലേക്ക് വരണം. പിശാചിന് ചെയ്യാൻ കഴിയുന്ന എന്തുവാ? പ്രൈസ് ദി ലോർഡ്. അവനെ യേശു പരാജയപ്പെടുത്തി. ഹല്ലേലൂയ. പാപത്തിന്റെ അങ്ങേയറ്റം മരണമായിരുന്നുവെങ്കിൽ കൃപയുടെ അങ്ങേയറ്റം നിത്യതയാ. ഏതാണ് നിൽക്കുന്നത്? വെളിച്ചമാണോ ഇരുട്ടാണോ നിൽക്കുന്നത്? വെളിച്ചമുള്ളിടത്തേക്ക് ഇരുട്ടിന് കടന്നു വരാൻ പറ്റത്തില്ല. ഇരുട്ടുള്ളിടത്തേക്ക് വെളിച്ചം തന്നാൽ ഇരുട്ടിനവിടെ നിലനിൽപ്പില്ല. മരണത്തിന്റെ നിലനിൽപ്പ് പാപത്തിലൂടെ സാധിച്ചെങ്കിൽ പാപത്തിന് നീക്കം വരുത്തിയപ്പോൾ വെളിച്ചമുദിച്ചു, കൃപയുദിച്ചു. ഹല്ലേലൂയ. കൃപയുദിച്ചപ്പോൾ മരണം മാറി. കൃപയുദിച്ചപ്പോൾ മരണം മാറി, ജീവൻ വെളിപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. പാപം മരണത്താൽ വാണു. പ്രൈസ് ദി ലോർഡ്. പാപത്തിന്റെ അന്തകൻ മനുഷ്യവർഗത്തിന്റെ പാപത്തെ ഏറ്റെടുക്കുവാൻ വേണ്ടി സ്വർഗമഹിമകളെ വിട്ടി താണഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ചു മുഴുലോകത്തിന്റെയും പാപത്തെ തന്റെ പരിശുദ്ധമായ ശരീരത്തിന്റെ മേൽ ഏറ്റെടുത്തുകൊണ്ട് കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നപ്പോൾ ആ പരിശുദ്ധ തിരുമേനിയിലൂടെ ഒഴുക്കപ്പെട്ട പരിശുദ്ധ രക്തം പാപത്തിന്റെ പരിഹാരമാണെങ്കിൽ ആ പാപത്തിന് പരിഹാരം വന്നപ്പോൾ അവിടെ കൃപയുദിച്ചു വന്നു. ആമേൻ. കൃപയുടെ അർത്ഥം എന്താണെന്നറിയാമോ? പാപത്തിന്റെ കാഠിന്യം എത്ര വലുതാണെങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിക്കും. കാരണം ഏത് പാപത്തെ നിർവീര്യമാക്കുവാൻ ശക്തിയുള്ള ദൈവത്തിന്റെ കൃപ ആമേൻ ദൈവമക്കൾ അനുഭവിക്കണം. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്ത് അല്പസമയം എല്ലാവരും ആത്മാവിൽ ഒന്ന് ആരാധിച്ചേ. പാപം പെരുകിയെടുത്ത് ആമേൻ കൃപ അത്യന്തം വർദ്ധിച്ചതുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. കൃപയ്ക്കായെന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിനെ പറ്റി അവിടെ നാം വായിക്കുന്നു. അപ്പോൾ കൃപ വെളിപ്പെട്ടത് എവിടെയാന്ന് ചോദിച്ചാൽ കാൽവറിയിൽ. കൃപ വെളിപ്പെട്ടപ്പോൾ കൃപ നമ്മെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? പ്രൈസ് ദി ലോർഡ്. നിത്യതയിലേക്ക് കൊണ്ടുപോകും. പാപം നമ്മെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? പാപം നമ്മെ നിത്യമരണത്തിലേക്ക് കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. ക്രൂശിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ കൃപ നമ്മെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? നിത്യതയിലേക്ക് കൊണ്ടുപോകുന്നു. ആമേൻ. ഏതിനാ ശക്തി എന്ന് ചോദിച്ചാൽ കൃപയ്ക്കാ ശക്തി കേട്ടോ. പാപത്തിന്റെ കാഠിന്യം എത്ര വലുതാണേലും കൃപ അതിൻ്റെ മേൽ ഓവർകം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. നമ്മോടുള്ള ദൈവത്തിന്റെ കൃപയ്ക്കായിട്ടൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഓ, ഞാൻ ദൈവകൃപ അനുഭവിക്കുന്ന ദൈവവൈതല, ഞാൻ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ പൈതല. ആമേൻ. എൻ്റെ മേൽ ദൈവകൃപ ഉദിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. സ്തോത്രം. എൻ്റെ താഴ്ചയിൽ ഞാൻ ഒടുങ്ങിപ്പോകാനല്ല, എൻ്റെ വീഴ്ചയിൽ ഞാൻ തീർന്നു പോകാനല്ല, ഞാൻ എണീറ്റ് നിൽക്കുവാനാണ് ദൈവത്തിന്റെ കൃപ. എന്നെ നശിപ്പിച്ച് കളയുവാനല്ല ദൈവത്തിന്റെ കൃപ. പാപം എത്ര വരികയാലും എൻ്റെ ദൈവം എൻ്റെ മേൽ പകരുന്ന ദൈവകൃപയ്ക്ക് വലിപ്പമുണ്ട്, ശക്തിയുണ്ട്. ഞാൻ ആ കൃപയിൽ ആശ്രയിക്കുന്നു. കൃപയിൽ ആശ്രയിച്ചാൽ പാപം ഗുഡ് ബൈ പറയാൻ തുടങ്ങും. ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചാൽ പാപം ഗുഡ് ബൈ പറയാൻ തുടങ്ങും. പാപം പരാജയപ്പെട്ട ഇടമാണ് കാൽവറി. പ്രൈസ് ദി ലോർഡ്. വാഴ്ചകളെ, അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ചു ക്രൂശിൽ അവരുടെ മേൽ പരസ്യമായ ജയോത്സവം കൊണ്ടാടിയ ഇടമാണ് കാൽവറി. കാൽവറിയിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ കൃപയുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ കൃപയിൽ ആശ്രയിച്ചാൽ പാപത്തിന് സ്വാധീനിക്കാൻ കഴിയത്തില്ല. ആമേൻ. സ്തോത്രം. ഈ ലോകം മുഴുവനും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുമ്പോൾ ഈ ലോകത്തെ ജയാളികളായി ജീവിപ്പാൻ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ കാൽവറിയിൽ ഉദിച്ചുവല്ലോ. കാൽവറിയിൽ ഉദിച്ച ദൈവകൃപയ്ക്കകത്ത് ദൈവം എന്നെ ഉൾപ്പെടുത്തിയതുകൊണ്ട് പാപത്തിന് എൻ്റെ മേൽ കർത്തൃത്വമില്ല.
വിശ്വസിക്കുന്ന വിശുദ്ധന്മാർ കരങ്ങൾ അടിച്ചുകൊണ്ട് കാൽവറിയിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ കൃപ എന്നെ കയറി പിടിച്ചതുകൊണ്ട് പാപത്തിന് ഇനി എന്റെ മേൽ കർത്തൃത്വമില്ല. ഞാൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവനാ. എനിക്ക് വേണ്ടി വെളിപ്പെട്ട ദൈവത്തിന്റെ കൃപ പാപത്തിന്റെ ദാസ്യത്വത്തിൽ നിന്ന് എന്നെ വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്ക് വേണ്ടി വെളിപ്പെട്ട ദൈവത്തിന്റെ കൃപ പാപത്തിന്റെ ദാസ്യത്തിൽ നിന്നും എന്നെ വിടുവിച്ചു. നീതിക്ക്, പ്രൈസ് ദി ലോർഡ്, പാപത്തിന്റെ ദാസ്യത്തിൽ നിന്ന് എന്നെ വിടുവിച്ചു, നീതിക്ക് വേണ്ടി എന്നെ നിർത്തി. അത് കറക്റ്റ് ഒരു വചനം റോമാലേഖനത്തിൽ പാപത്തെ കണ്ടെത്തിയെങ്കിൽ നിന്ന് വായിക്കാം. പാപത്തിന്റെ ദാസ്യത്തിൽ നിന്നും എന്നെ വിടുവിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് എന്ത് ചെയ്തു? നീതിക്ക് ദാസനാക്കി തീർത്തു. അങ്ങനെ പാപത്തിന്റെ ദാസ്യത്തിൽ എന്നെ വിടുവിച്ചു, നീതിക്ക് ദാസനാക്കി തീർത്തു. നിങ്ങളുടെ അവയവങ്ങളെ പാപത്തിന് അടിമകളാക്കി സമർപ്പിച്ചതുപോലെ നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കുകയും. റോമാലേഖനം നമ്മെ പഠിപ്പിക്കുന്നു, പണ്ട് നിങ്ങൾ നിങ്ങളുടെ അജ്ഞാന കാലത്ത് പാപത്തിന് ദാസന്മാരായി ജീവിച്ചിരുന്ന കാലത്ത് നിങ്ങളുടെ ശരീരങ്ങളെ പാപത്തിന് അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇന്ന് നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, പാപത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. ഇനി നിങ്ങളുടെ ആയുധം, നിങ്ങളുടെ അവയവങ്ങളെ, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പീൻ. അടുത്ത വാക്യം. ആമേൻ. പാപത്തിന്റെ ദാസ്യത്വത്തിൽ ജീവിച്ച കാലഘട്ടങ്ങളെ ചിന്തിക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് എന്നാ പറയുക? ലജ്ജ തോന്നും. അങ്ങനെയാണോ? അതോ പാപത്തിന്റെ ദാസ്യത്വത്തിൽ ജീവിച്ച കാലത്തെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ കൊള്ളായിരുന്നു എന്നാണോ? ഞാൻ പറയുക, പാപത്തിന്റെ ദാസ്യത്വത്തിൽ ജീവിച്ച കാലഘട്ടത്തിലെ ഓർമ്മകൾ നിങ്ങൾക്ക് ഇപ്പോൾ സന്തോഷവും ആമേൻ ഒരു ഉത്സാഹവും തരുന്നതാണോ അതോ ലജ്ജ തോന്നുന്നതാണോ? യഥാർത്ഥ ഒരു വിശുദ്ധന് പാപത്തിന്റെ ദാസ്യത്വത്തിൽ ജീവിച്ച കാലഘട്ടത്തിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ഓർക്കുമ്പോൾ ലജ്ജ കൊണ്ടുവരും. ലജ്ജ വരുന്നില്ലെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. പാപത്തിന്റെ ദാസ്യത്വത്തിൽ ജീവിച്ച കാലഘട്ടത്തിലെ സംഗതികൾ ഓർക്കുമ്പോൾ ഇപ്പം ലജ്ജ വരുന്നില്ലെങ്കിൽ നിങ്ങളുടെ ആത്മീയ അവസ്ഥയെ നിങ്ങളൊന്ന് പരിശോധിക്കണം. മനസ്സിലായോ? എന്നാൽ ഇന്ന് നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് പറ. പാപത്തിന്റെ ദാസ്യത്വത്തിൽ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഇന്നും നിങ്ങൾക്ക് അതിനോടൊരു ആകർഷണം നിങ്ങളുടെ ജഡത്തിനും ഉണ്ടാവില്ലെന്ന് ഞാൻ പറയുന്നില്ല. ജഡം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. ജഡം പ്രലോഭിപ്പാൻ സാധ്യതയുള്ളത്. ജഡത്തിന് പാപത്തോടാണ് താല്പര്യം. അവൻ ജഡത്തിന്റെ ചിന്ത മരണമാണ്. അല്ലേ? ജഡത്തിന്റെ ചിന്ത മരണമാണ്. ജഡത്തിന്റെ ചിന്ത പാപമാണ്. അകത്ത് ജനിച്ചിരിക്കുന്ന അകത്തെ മനുഷ്യൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയാൽ നിയന്ത്രിക്കപ്പെടുന്ന ഇന്നർമേൻ അകത്തെ മനുഷ്യൻ, ആത്മാവിന്റെ ചിന്തയോ നീതിയും സമാധാനവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവനും തന്നെ. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ അജ്ഞാനകാലത്ത് പാപത്തിന് ദാസന്മാരായി നിങ്ങൾ തീർന്നിരുന്ന കാലഘട്ടത്തിലെ ചിന്തകൾ നിങ്ങൾക്ക് എന്തോ ഒരു പ്രയോജനം? പൗലോസ് ചോദിക്കുക, എന്തോ ഒരു പ്രയോജനം? നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ. എന്നാൽ ഇന്ന് നീതിക്ക് ദാസന്മാരായി നിങ്ങൾ പിടിക്കപ്പെട്ടതുകൊണ്ട് ആമേൻ, നമ്മുടെ രക്ഷ, അതിൻ്റെ അന്തം നിത്യജീവൻ, അതിൻ്റെ ഫലമോ നീതിക്ക് ദാസന്മാരായി നാം പിടിക്കപ്പെട്ട അതിൻ്റെ ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനും തന്നെ. അപ്പൊ വിശുദ്ധീകരണത്തിലൂടെയാണ് നിത്യതയിലേക്ക് പോകുന്നത്. ഹല്ലേലൂയ, സ്തോത്രം പറഞ്ഞാട്ടെ. വിശുദ്ധീകരണത്തിലൂടെയാണ് നിത്യതയിലേക്ക് പോകുന്നത്. വിശുദ്ധീകരണം ഒരു പ്രോസസ്സാ. പ്രൈസ് ദി ലോർഡ്, ആമേൻ, സ്തോത്രം. നിങ്ങളുടെ തേജസ്കരണത്തിലേക്കുള്ള പ്രോസസ്സാണ് സാന്റിഫിക്കേഷൻ അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷൻ, വിശുദ്ധീകരണം. ഹല്ലേലൂയ. ജസ്റ്റിഫിക്കേഷൻ ദൈവം തന്നു, നീതീകരണം ദൈവം തന്നു. കാൽവറിയിൽ ആശ്രയിച്ചപ്പോൾ, യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ചപ്പോൾ നിങ്ങൾ നീതീകരിക്കപ്പെട്ടു. ജസ്റ്റിഫിക്കേഷൻ സ്വർഗം തന്നു. ഈ സാന്റിഫിക്കേഷൻ, വിശുദ്ധീകരണം, അതിലേക്ക് നിങ്ങൾ മനപൂർവ്വം പാപത്തെ ജയിക്കുവാനുള്ള ശക്തി തന്നിട്ടാണ്. പാപത്തോട് സമരസ്യപ്പെടുവാനല്ല, പാപത്തോട്
കോംപ്രമൈസ് ചെയ്യുവാനല്ല, പാപത്തെ ജയിക്കാനുള്ള ശക്തി ആത്മാവിനാൽ തന്നിട്ട് നിങ്ങളുടെ വിശുദ്ധീകരണത്തിന് നിങ്ങളെ കൂടെ പങ്കാളിയാക്കിയിട്ട് നിങ്ങളെ ഗ്ലോറിഫിക്കേഷനിലേക്ക്, തേജസ്കരണത്തിലേക്ക് നടത്തുന്നതാണ് ദൈവത്തിന്റെ പദ്ധതി. വിശുദ്ധന്മാർ കരങ്ങൾ ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. അവന്റെ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കുമ്പോൾ കർത്താവിനോട് പറ, കർത്താവേ, എന്നെ വിളിച്ചിരിക്കുന്ന ശ്രേഷ്ഠമേറിയ വിളിയിലേക്ക് ഓരോ ദിവസവും പാപത്തോട് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട്, എനിക്ക് വേണ്ടി വെളിപ്പെട്ട ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, എന്റെ വിശുദ്ധിയെ തികച്ചുകൊണ്ട് യേശുവിന്റെ വണങ്ങി വരവിന് വേണ്ടി എന്നെ തന്നെ സൂക്ഷിക്കുവാൻ സ്വർഗമിടയാക്കണമേ എന്നൊരു പ്രാർത്ഥന എല്ലാ വിശുദ്ധന്മാരുടെയും അകത്തെപ്പോഴും വേണം. എനിക്ക് ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്, സന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എനിക്ക് ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്, സന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എന്റെ വീണ്ടെടുത്തവൻ, എന്റെ പ്രാണനായകൻ, എന്റെ കൂട്ടായിത്തൻ കൂടെയുണ്ടല്ലോ. എന്റെ വീണ്ടെടുത്തവൻ, എന്റെ പ്രാണനായകൻ, എന്റെ കൂട്ടായിത്തൻ കൂടെയുണ്ടല്ലോ. എത്ര ദുഃഖം നിന്നെ നേരിട്ടെന്നാലോ, എത്ര ശത്രു നിന്നെ പാകിച്ചെന്നാലോ, എത്ര ദുഃഖം നിന്നെ നേരിട്ടെന്നാലോ, എത്ര ശത്രു നിന്നെ പാകിച്ചെന്നാലോ, നിന്റെ കണ്ടിടുന്നവൻ നിന്റെ മാറോടണയ്ക്കും, നിന്റെ ദുഃഖമെല്ലാം തീർത്തിടുന്നവൻ. നിന്റെ കണ്ടിടുന്നവൻ നിന്റെ മാറോടണയ്ക്കും, നിന്റെ ദുഃഖമെല്ലാം തീർത്തിടുന്നവൻ. ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്, സന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എനിക്ക് ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്, സന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എന്നെ വീണ്ടെടുത്തവൻ, എന്റെ പ്രാണനായവൻ, എന്റെ കൂട്ടായിത്തൻ കൂടെയുള്ളവൻ. എന്നെ വീണ്ടെടുത്തവൻ, എന്റെ പ്രാണമല്ലവൻ, എന്റെ കൂട്ടായിത്തൻ കൂടെയുണ്ടല്ലോ. രാജ്യത്തെത്തിക്കോ, അവിടെ ദുഃഖമില്ല, ഭീതിയുമില്ല. നിന്നെ നിത്യരായ രാജ്യത്തെത്തിക്കോ, അവിടെ ദുഃഖമില്ല, ഭാര്യവുമില്ല. നിന്റെ നിത്യനാണവൻ, നിന്റെ രാജാവാണവൻ, നിന്റെ പ്രിയനാണെന്നോർത്തുകൊള്ളുക. നിന്റെ നിത്യനാണവൻ, നിന്റെ രാജാവാണവൻ, നിന്റെ പ്രിയനാണെന്നോർത്തുകൊള്ളുക. എനിക്ക് ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്, സന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എനിക്ക് ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്, സന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എന്നെ വീണ്ടെടുത്തവൻ, എന്റെ പ്രാണമല്ലവൻ, എന്റെ കൂട്ടായിത്തൻ കൂടെയുണ്ടല്ലോ. എന്നെ വീണ്ടെടുത്തവൻ, എന്റെ പ്രാണമല്ലവൻ, എന്റെ കൂട്ടായിത്തൻ കൂടെയുണ്ടല്ലോ. എന്നെ വീണ്ടെടുത്തവൻ, എന്റെ പ്രാണമല്ലവൻ, എന്റെ കൂട്ടായിത്തൻ കൂടെയുണ്ടല്ലോ. ഓ, എന്നെ വീണ്ടെടുത്തവൻ, എന്റെ പ്രാണമല്ലവൻ, എന്റെ കൂട്ടായിത്തൻ കൂടെയുണ്ടല്ലോ. എന്നെ വീണ്ടെടുത്തവൻ, എന്റെ പ്രാണമല്ലവൻ, എന്റെ കൂട്ടായിത്തൻ കൂടെയുണ്ടല്ലോ.